എന്താ കുട്ടികൃഷ്ണ വിശേഷങ്ങള്? സാറ് വന്നത് എന്നെ വലിയ വിശേഷല്ലേ? പൂരത്തിന് ആനയെ എഴുന്നള്ളിച്ച പോലെയല്ലേ? തന്റെ അസുഖത്തിന് ഒരു കുറവില്ലേ? കുറവുണ്ട്, മരുന്ന് നന്നായിട്ട് കുറയുന്നുണ്ട്. ചിന്നസ്വാമി പെരിയസ്വാമി ആ ലേഖേജ് ഒക്കെ എടുത്ത് വെക്കടോ. മോളെ, മഹീന്ദ്രൻ എവിടെ? ബാംഗ്ലൂരിലാ. അമ്മേ നമസ്കാരം. നമസ്കാരം. പണ്ട് ആ ജഡ്ജി എനിക്ക് 3 കൊല്ലത്തെ ശിക്ഷ തന്നിട്ടുണ്ട്. പക്ഷെ 1 വർഷം കഴിഞ്ഞപ്പോ പരോളിന് ഇറങ്ങി മുങ്ങി. തിരിച്ചറിയോ ആവോ? ഞാൻ ഈ അമ്മച്ചിയുടെ അമ്പലത്തിൽ വെച്ച് പൊട്ടിച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു സംശയം. എന്നെ തിരിച്ചറിയോ? മോന്ത വക്രിച്ച് പിടിച്ചാ മതി. ചിന്നസ്വാമി പെരിയസ്വാമി ആ ലേഖേജ് ഒക്കെ എടുത്ത് വെക്കടോ. ഇതൊക്കെ ഒന്ന് വേഗം എടുത്ത് മുറിക്കത്തോണ്ട് ആരാ ഇവരൊക്കെ? ഇവിടുത്തെ പുതിയ പണിക്കാരാ, ബ്രാഹ്മിൻസാ. ഞാനാ ഇവരെയൊക്കെ നിയമിച്ചത്. ഇങ്ങോട്ട് തിരിയടാ, സാറ് നിങ്ങളുടെ മുഖമൊക്കെ ഒന്ന് കാണട്ടെ. എങ്ങനെയുണ്ട്? ചില സമയത്തൊക്കെ കാണാൻ ഭംഗിയാ. എന്താണ് നിങ്ങളുടെ മുഖമൊക്കെ വക്രിച്ചിരിക്കണേ? ഭാരം കയറിയപ്പോ കൂടിപ്പോയാ? എന്നാ ഇതൊക്കെ മുറിക്കത്തോണ്ട് വെച്ചേ, കൊണ്ടുവയ്ക്ക്. കുട്ടികൃഷ്ണ, ഞാൻ ദാ വരുന്നു. ഞാൻ എന്തെടുക്കോടെ അവിടെ? ഞാൻ എന്റെ പെട്ടി അന്വേഷിക്കുകയായിരുന്നു. മരുന്നും ഗുളിയും ഒക്കെ വെച്ച എന്റെ ആമപ്പെട്ടി കാണാനില്ലെന്നേ. പിച്ചളയുടെ സത്യം പറ, സാറങ്ങനെ എടുത്താ? എനിക്കെന്തിനാടാ അതിന്റെ പെട്ടിയും ഗുളിയും ഒക്കെ? അത് ശരിയാണല്ലോ, പിന്നെന്തിനാ എടുത്തോ? നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാ നാട്ടിലൊരു വിഷുക്കാലം. നാളത്തെ വിഷുക്കണിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോ? എനിക്ക് കൃഷ്ണനെ കണി കാണണം. വെളുപ്പിനെ എല്ലാവരും വന്നാ മതി, കണി റെഡി. ഭഗവാനെ, കൊന്നപ്പൂവുണ്ട് കേട്ടാ. ഇവിടെ ഉണ്ടായിരുന്ന കൃഷ്ണ വിഗ്രഹം എവിടെ പോയി? നാളെ രാവിലെ ഞാൻ എന്ത് കണി കാണിക്കും? എന്താണോ ഇത്? ഇത് ഓടക്കൊള്ളല്ലേ? ഇവിടെ ഇരുന്ന കൃഷ്ണന്റെ വിഗ്രഹം കാണാത്തതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു ബുദ്ധി കാണിച്ചത്. കണി കാണാൻ വന്നിട്ട് കൃഷ്ണനെ കണ്ടില്ലെങ്കിൽ സാർ എന്നെ കൊല്ലില്ലേ? വെളുപ്പിന് 3 മണി മുതല് നീലത്തിൽ മുങ്ങി നിൽക്കണതാ. വെണ്ണയോ പാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാൻ താ. ഇവരെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്. മയിൽപ്പീലി കിട്ടാൻ ഞാൻ കഴിച്ച കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയൂ. പോലീസ് വരട്ടെ, എല്ലാം ഞാൻ തുറന്നു പറയും. മേനോൻ സാറ് പറഞ്ഞിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതായിരിക്കും അല്ലേ? എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. ഇതെന്ത് കൊണ്ടോളൂ. അപ്പൊ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതല്ലേ? ഈശ്വര, ചന്ദനക്കുറി അല്ലല്ലോ, ഇന്ന് കുങ്കുമ, അതും ഗോപി. ഇയാൾക്ക് ഇച്ചിരി ഇളക്കം കൂടും. ഞാൻ മാധവേട്ടനെന്ന് കാണാൻ വന്നതാണ്. വിളിക്കാം. കുട്ടികൃഷ്ണ, എന്താ? ഇവര് മാധവനെ കാണാൻ വന്നവരാ. വരിക. താങ്ക് യു സർ. തിന്നാൻ എന്താ വേണ്ടേ? ചായയോ കാപ്പിയോ? എനിക്ക് കാപ്പി. ഇവിടെ എന്താ? ചായ. അപ്പൊ ഇവിടെ ചായ, ഇവിടെ കാപ്പി. അതെ. പെരിയസ്വാമി, എന്തോ? സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ. മാധവൻ കുഞ്ഞേ, എന്താടോ ഗോപി രാവിലെ തന്നെ? ഇതാ ഒരു സീരിയസ് മാറ്റർ ഉണ്ടായിരുന്നു. എന്നാ പറഞ്ഞോളൂ. ഇയാളങ്ങോട്ട് പോയേ. എന്തിന്? വെക്കോ. അല്ല സാർ, താനിവിടെ നിന്നാ മതി. നമ്മളിവിടെ ഒളിച്ചിരിപ്പുണ്ടെന്നുള്ള വിവരം പോലീസ് എങ്ങനെയാ അറിഞ്ഞു? ഇനി കീഴടങ്ങുന്നതാണ് നല്ലത്. കീഴടങ്ങുന്ന ഭീരുത്വമാണ്, നമുക്ക് പിടികൊടുക്കാം. അത് തന്നെയാടാ പോത്തെ ഞാനും പറഞ്ഞത്. ആണോ? അല്ലേ? എന്താടോ പ്രശ്നം? മാധവേട്ടന്റെ മോൻ അരുൺ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിലല്ലേ പഠിക്കുന്നത്? അതെ. ആ മെഡിക്കൽ കോളേജ് 2 ദിവസത്തിന് മുമ്പ് ഒരു സ്റ്റുഡന്റ് റാഗിങ്ങിനിടയിൽ കൊല്ലപ്പെട്ടു. പ്രതികളുടെ കൂട്ടത്തിൽ മാധവേട്ടന്റെ മോൻ ഉണ്ടോ എന്നൊരു സംശയം കർണാടക പോലീസ്. അരുണിന്റെ പേരിൽ വാറന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്.
കേരളത്തിലെ കേസിന്റെ ചാർജ് SP ആന്റണി പുന്നക്കാടനാണ്. ആന്റണി പുന്നക്കാടൻ എങ്കിലിത് കള്ളക്കേസാ വലട്ടാ. ഇത് നമ്മളെയും ഈ കുടുംബത്തെയും കരിവാരി തേക്കാൻ വേണ്ടി അവൻ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാ, സംശയമില്ല. താൻ ചെന്ന് പറഞ്ഞേക്ക് ജസ്റ്റിസ് വിശ്വനാഥ മേനോന്റെ കുടുംബത്തോടുള്ള അവന്റെ കളി വേണ്ടാന്ന്. പുന്നക്കാടന്റെ മിടുക്ക് ഇങ്ങോട്ട് കാണിച്ചാല് വിവരം അറിയോ അയാള്? ആ താൻ പോയിക്കോ. ആ നിക്ക് 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 സാർമാർ ഇത് കുടിച്ചിട്ട് പോയാ മതി. ഞാൻ ഇതെന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയത്. കൈ കൊണ്ടല്ലാതെ പിന്നെ കാല് കൊണ്ടാണോ ഉണ്ടാക്കിയത്? ഇത് കാപ്പി, ഇത് ചായ. എന്നാ എനിക്ക് കാപ്പിയാ. നിനക്കെന്താ ചായ കുടിച്ച? എനിക്ക് കാപ്പിയാ ശീലം. ആ ശീലം മാറ്റണം. ഈ കപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയ പ്രശ്നം തീരില്ലേ? അങ്ങനെ ഇവന്റെ പ്രശ്നം തീരില്ല. ഇവന്റെ പ്രശ്നം തുടങ്ങാൻ പോവാ. നീ എത്ര കാണിക്കാ? കുടിക്കടാ, നക്കി കുടിക്കടാ പട്ടിയുടെ മോനെ. എന്താ ഇത്? കുടിക്കടാ നീ. അയാൾക്ക് വട്ട വട്ട് നിന്റെ തന്തക്കടാ. എന്തായാലും സാറിന്റെ തലയിലോട്ട് അയാൾ ചായ ഒഴിക്കാത്തത് ഭാഗ്യം. വണ്ടി എടുക്കണോ? സോറി സാർ. മഹേണ്ണ മൊബൈൽ ഒന്ന് ഓൺ ചെയ്ത് വെച്ചൂടെ? പോയിട്ട് ഒരു വിവരവുമില്ല. അച്ഛൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നീ ആ ഡ്രൈവറെ വിളിച്ച് സാധനങ്ങൾ എടുക്ക്. ഞാൻ ദാ അങ്ങോട്ട് ഇറങ്ങുക, ഉടനെ എത്തും. എന്താ പോലീസുകാര്? അച്ഛൻ കേക്കണ്ട, ഇങ്ങോട്ട് വാ. നമ്മളോടുള്ള പഴയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി SP പുന്നക്കാടൻ മനഃപൂർവ്വം ഓരോന്ന് സൃഷ്ടിച്ചെടുക്കുക. അരുണിന്റെ പേരിൽ ഒരു പോലീസ് കേസല്ലേ? അതെ. ഇതിലൽപ്പം കാര്യമില്ലാതില്ല. നീ വന്നേ. അരുണിനെ പറ്റി അറിഞ്ഞൊക്കെ ശരി തന്നെയാ. ഞങ്ങൾ ബാംഗ്ലൂർ പോയിരുന്നു. കർണാടക പോലീസ് അരുണെതിരെ വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അവൻ നിരപരാധിയാ, പക്ഷെ തെളിവുകൾ അവനെതിരാ. ഈ കൊല്ലപ്പെട്ടവനും അരുണും തമ്മിൽ കുറച്ച് ദിവസം മുമ്പ് കോളേജ് വെച്ചെന്തോ കശപിശുണ്ടായി. അതിന്റെ പേരിലാ സംശയം. അവനിപ്പോ എവിടെയുണ്ട്? ഞങ്ങളോടൊപ്പം വന്നിരുന്നു. നമ്മുടെ കയർ ഫാക്ടറിയിൽ ഒളിപ്പിച്ചിരിക്കുക. സ്റ്റീഫൻ കാവലുണ്ട്. നന്നായിടാ. ഇനി മുൻകൂർ ജാമ്യം കിട്ടാതെ അവനെ പുറത്തിറക്കണ്ട. ആ SP പുന്നക്കാടനെ കേസ് അന്വേഷിക്കുന്നത്. അയാളുടെ കയ്യിലെങ്ങാനും അവനെ കിട്ടിയാ പിന്നെ ബാക്കി ഉണ്ടാവില്ല. അതെ. ഈ കുടുംബത്തിന് നാശം കാണാൻ കാത്തിരിക്കുന്ന പരം നാറിയാ പുന്നക്കാടൻ. തൽക്കാലം അച്ഛനും അമ്മയും ഇതറിയാം. എന്താ ഇവിടെ? എന്താ ഞാൻ അറിയാൻ പാടില്ലാത്ത കാര്യം? ഏയ് ഒന്നുമില്ല അച്ഛാ. ഞങ്ങള് പത്മിനി പറഞ്ഞു നിങ്ങൾ വന്നിട്ടുണ്ടെന്ന്. അരുൺ വന്നില്ലേ? അല്ല, അവന് ബാംഗ്ലൂരിൽ നിന്നിട്ട് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന്. 2 ദിവസം കഴിഞ്ഞിട്ട് മുത്തച്ഛനെ ഒന്ന് കാണുന്നു പ്രത്യേകം പറയാൻ പറഞ്ഞു. നിങ്ങളെന്താ എല്ലാരും കൂടെ വല്ല മദ്യപാനത്തിന്റെ സെറ്റപ്പ് ആണോ? ഏയ് എന്തൊരു ചോദ്യമാ ഇത്? ഇങ്ങോട്ട് വാ. എന്താ ഇത്? അമ്മച്ചി കിണ്ടിയുടെ ഭാരം. ആ ചെറുക്കനെ അന്വേഷിച്ച് പോലീസുകാർ വീണ്ടും വീണ്ടും ഇവിടെ കയറി ഇറങ്ങിയാലേ അകത്താകുന്നത് നമ്മളായിരിക്കും. അതെ, എത്രയും പെട്ടെന്ന് നമുക്കൊന്ന് സ്ഥലം വിട്ടല്ല. എന്ത്? പിന്നെ ഇവിടെ പലതും ഞാൻ നോക്കി വെച്ചിരിക്കുക. ഒന്നും എടുക്കാൻ പറ്റില്ല. കുട്ടികളുടെ പഠിത്തം, ഫ്ലാറ്റിന്റെ ലോണ്, അങ്ങനെ 100 പ്രശ്നങ്ങളാ എനിക്ക്. വെറും കൈയോടെ അങ്ങോട്ട് കയറി ചെന്നാലേ എന്റെ കെട്ടിയോ വെച്ചേക്കത്തില്ല. ഇവിടെ നിന്നാലേ വെറും കൈയോടെ അല്ല, വേലങ്ങിട്ട് കൈയോടെ പോണത്. എനിക്കൊരു കുജാഗ്ര ബുദ്ധി തോന്നുന്നു. കുജാഗ്ര ബുദ്ധി. എന്ത്? കുജാഗ്ര. കുജാഗ്രയല്ല, കുശാഗ്ര ബുദ്ധി. ശവത്തിന്റെ എന്ത് ശവമെങ്കിലാവട്ടെ, എനിക്കൊരു ബുദ്ധി വരുന്നു. നമുക്കറിയാവുന്ന രഹസ്യങ്ങൾ നമ്മൾ പോലീസിനെ അറിയിക്കുന്നു. പോലീസ് ചെറുക്കനെ പിടികൂടുന്നു. പിന്നെ ഈ കുടുംബത്തിലെ എല്ലാവരും ആദ്യ പിടിച്ച് കോടതിയും സ്റ്റേഷനുമായി കയറി ഇറങ്ങി നടക്കുന്നു. ആ ഗ്യാപ്പിൽ നമ്മൾ നിലവറയിലെ ഇരുമ്പ് ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന കൊച്ചമ്മയുടെ എല്ലാ സ്വർണ്ണാഭരണങ്ങളും അടിച്ചു മാറ്റി ഇവിടുന്ന് മുങ്ങുന്നു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കൊള്ളാം. നമ്മൾ ഇത് അറിയിക്കാൻ ചെല്ലുമ്പോ നമ്മളെ പിടിച്ച പോലീസ് അകത്താക്കിയല്ല. മണ്ട, നമ്മളെപ്പോലുള്ള കള്ളന്മാർക്ക് വിളിക്കാൻ വേണ്ടിയില്ല 100 പറഞ്ഞൊരു നമ്പർ ഉണ്ടാക്കി വെച്ചേക്കണത്. ഇവിടത്തെ ഫോണിൽ നമ്മൾ പോലീസിനെ വിളിക്കുന്നു. പോലീസിന്റെ ഇങ്ങോട്ടുള്ള വരവ് അവസാനിപ്പിക്കുന്നു. ഒന്ന് ചെയ്യാലേ മറ്റൊന്നിന് പണമാകൂ അല്ലേ? ഇന്നലെ രാത്രി ചെയ്യല്ലേ എന്ന് ഞാൻ പറഞ്ഞതാ. എങ്കിൽ ഡയലടാ 100. ഓക്കെ.